അതായത് അത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും. ഞാൻ സ്പോക്ക് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അറിയിച്ചോളൂ. ചെറുതായിട്ട് താങ്ക് യു. സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അങ്ങനെയല്ല, ഈ വിധിയിൽ ഞാൻ സന്തോഷവതിയാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പറയുന്നില്ല. അതായത് രണ്ടുപേരും നമ്മുടെ കൊളീഗ്സ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും. അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കതിൽ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലല്ലോ, ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമല്ലേ. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. കോടതി വിധിയെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തായിരുന്നു വിചാരിച്ചത് അത് തന്നെ വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനി മറിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കോടതി വിധിക്കൊപ്പം തന്നെ നമ്മൾ നിന്നേനെ. അത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വണ്ടി ഇവിടെ. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയം മുൻപ് നടന്നു. അത് പൂർത്തിയായതിനു ശേഷം ലക്ഷ്മിപ്രിയ പ്രതികരിക്കുകയായിരുന്നു. കോടതി വിധിയിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ രണ്ടുപേർക്കും ഒപ്പമാണ് എന്നും പറയുന്നു. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ ഉള്ള തീരുമാനമൊക്കെ ഇപ്പോൾ തന്നെ അത് ഔദ്യോഗികമായി പ്രതികരിക്കും അതിന്റെ ഭാരവാഹികൾ എന്നതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.